ഹലോ, കിച്ചൺ ആൻഡ് കെയർ ബൈ അമ്മയിലോട്ട് സ്വാഗതം. ഇന്നൊരു പ്രോട്ടീൻ ദോശയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് ധാന്യങ്ങൾ ഞാൻ ഇടുന്നില്ല. അരിയും കടലയും ഉഴുന്നും ചെറുപയറുമാണ് എടുത്തിരിക്കുന്നത്. ഞാനത് ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആദ്യം ഒരു ട്രയൽ ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ള ട്രയലാണെങ്കിൽ നിങ്ങളൊരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം തീർച്ചയായും ഇഷ്ടപ്പെടും, വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഇപ്പോൾ അരിയാഹാരമൊക്കെ മാറ്റി വേറെ റാഗിയും മറ്റതിലോട്ടും പോകുന്നവരാണെങ്കിൽ ഇതിൽ ഉഴുന്നും കടലയും ചെറുപയറും മാത്രം അരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറുപയർ ദോശയാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് പെട്ടെന്ന് ഇതാവാതിരിക്കാനാണ് ഞാനിതിലോട്ട് അരി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിതൊരു 4 പേർക്ക് കഴിക്കേണ്ട രീതിയിലുള്ള അളവാണ് എടുത്തിരിക്കുന്നത്. ഇത് രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടാണ്. 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം അടച്ചു വെച്ച് രാവിലെ ഞാനിതൊരു മീഡിയം ജാറിൽ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 2 തക്കാളി ഒരു ടേസ്റ്റിനായിട്ട് ഞാനിതിൽ ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ഒരു ദോശ ബാറ്ററിന് കണക്കാക്കിയിട്ടുള്ള രീതിയിൽ അരച്ചെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിലൊക്കെ ജിമ്മിന് പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഫുഡ് ഐറ്റമാണ്. അപ്പം ഞാനിതൊരു 2 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ചുട്ടെടുക്കുവാണ്. നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ക്രിസ്പിയായി ചുട്ടെടുക്കാം. ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് ഫൈബർ കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.